അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് കാണുന്ന കാഴ്ച ഇതാണ്. മഞ്ഞിൽ മൂടിപ്പൊതിച്ചിരിക്കുന്ന മലനിരകളും മിന്നാമിന്നുങ്ങളെ പോലെ പലയിടങ്ങളിലായി കാണുന്ന വെളിച്ചവും വളരെ മനോഹരമായിരുന്നു. അധികം വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. 6:30 ലക്കി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ സ്നോ ഹിൽ. ഞങ്ങളുടെ റൂം 4ാമത്തെ ഫ്ലോറിലായതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. മണാലിയിൽ നടന്ന ഫ്ലഡ് കാരണം പല റോഡുകളും തകർന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. 8:30 ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കുമെന്നാണ് ലക്കി ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ട് 6:30 ഇറങ്ങി. ലക്കി ഞങ്ങളെ നേരെ കൊണ്ടുപോയത് മണാലിയിൽ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലത്താണ്. ഞങ്ങൾ നേരെ പോയി ഞങ്ങൾക്ക് സ്യൂട്ടാവുന്ന 2 ഡ്രസ്സ് എടുത്തു. ഈ ഡ്രസ്സിന് ഒരാൾക്ക് 250 കോസ്റ്റ് വരുന്നത്. ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പറ്റിയ ഒരു ഷൂസും കൂടി എടുത്തു. പിന്നെ സോക്സും അവിടെ നിന്ന് ലഭ്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. ഒരാൾ വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് പാക്കേജിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞു തന്നു. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബാർഗൈൻ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു പാക്കേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ എടുത്തത് സ്കീയിങ്ങും ട്യൂബ് റൈഡും പിന്നെ ഒരു സ്നോ ബൈക്ക് റൈഡും കൂടിയാണ്. കാറിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് മഞ്ഞുമലകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ യാത്ര നേരെ ചെന്ന് അവസാനിക്കുന്നത് സോളാം വാലിയിലാണ്. സോളാം വാലി മണാലിയുടെ മഞ്ഞ് താഴ്വര എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ലക്കി. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഡ്രൈവർ അവിടെ വണ്ടി സൈഡാക്കി ഞങ്ങൾ 2 പേരും മുന്നോട്ടേക്ക് നടന്നു. 280 എന്ന ഔട്ട് പോസ്റ്റിനടുത്ത് ഞങ്ങളെത്തി. അവിടെ ഇതുവരെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സോളാം വാലി എഴുന്നേൽക്കുന്നത് തന്നെ 8:30 ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അതിനാൽ അവിടെ എല്ലാവരും വൃത്തിയാക്കേണ്ട തിരക്കിലായിരുന്നു. മഞ്ഞിലൂടെ കുറച്ചു നേരം കളിച്ചപ്പോൾ ഒരു നായ ഞങ്ങളുടെ കൂടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഔട്ട് പോസ്റ്റിൽ ആൾ വന്നു. ഞങ്ങൾ ഫസ്റ്റ് റൈഡായ ട്യൂബ് റൈഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൈഡായിരുന്നു അത്. അതിനുശേഷം ഒരുപാട് ഫോട്ടോസ് എടുത്തു. കുറച്ച് താഴേക്ക് ഇറങ്ങി. അവിടെ നല്ലൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഞാനും ശ്രീകുട്ടിയും ആദ്യമായാണ് ഇത്രയധികം മഞ്ഞ് നേരിൽ കാണുന്നതും അത് കൈകൊണ്ടെടുക്കുന്നതും. ഞങ്ങൾ 2 പേരും കൂടി അവിടെ നിന്ന് ഒരു നല്ലൊരു സ്നോമാനെ ഉണ്ടാക്കി. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ 2 പേരും ഫൈനലി ആ സ്നോമാന് ഒരു പൂർണ്ണരൂപം നൽകി തിരിച്ചു നടന്നു. അവിടെ നിന്ന് നേരെ പോയത് സ്കീയിങ് ചെയ്യാനായിരുന്നു. അവിടെ നമുക്കായി ഒരു ഗൈഡും ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ നൽകി എങ്ങനെയാണ് സ്കീയിങ് ചെയ്യേണ്ടതെന്ന്. വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല സ്കീയിങ്. നമ്മൾ വിചാരിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വളക്കാനോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിന് നല്ല ട്രെയിനിങ് തന്നെ ആവശ്യമുണ്ട്. പല തവണ വീണ് അവസാനം അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും പഠിച്ചു. സ്കീയിങ് ഞങ്ങളുടെ പാക്കേജിൽ അൺലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് ഉപയോഗിച്ച് റൈഡ് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് നേരം അത് ഉപയോഗിച്ച് കുറേ ട്രെയിൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയി. ഏകദേശം 8:30-9 മണി ആയതോടുകൂടി ഒരുപാട് പേർ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർ സ്കീയിങ് പഠിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. ഏറ്റവും നല്ലത് കുറച്ച് നേരത്തെ ഞങ്ങളെപ്പോലെ എത്തുക എന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതേ ട്യൂബ് റൈഡിൽ തിരിച്ച് മുകളിലേക്ക് കയറി. അതിനുശേഷം ഞങ്ങൾ പോയത് സ്നോ ബൈക്കിലേക്കാണ്. റോഡിലൂടെ കുറച്ചു നേരം സഞ്ചരിച്ചതിന് ശേഷം അദ്ദേഹം ബൈക്ക് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ ഓഫ് റോഡിലൂടെ ഈ ബൈക്ക് ഓടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം ആ സ്റ്റിയറിംഗ് വളരെ ശക്തിയായി പിടിക്കണം.
കുറച്ച് നേരം നമുക്ക് സെൽഫായി വണ്ടി ഓടിക്കാനും അദ്ദേഹം തരും. അദ്ദേഹം വീഡിയോയും ഫോട്ടോസും നമുക്ക് വേണ്ടി എടുത്തു തരികയും ചെയ്യും. അതിനുശേഷം നേരെ ഞങ്ങൾ ഔട്ട് പോസ്റ്റിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളിവിടെ 3 ആക്ടിവിറ്റീസാണ് എടുത്തത്. കൂടാതെ യാക്ക് റൈഡിങ്, സ്കിപ്പ് ലൈനിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കംഫർട്ടിനനുസരിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് നേരം കൂടി മഞ്ഞിൽ കളിച്ച് ഞങ്ങൾ നേരെ പോയത് ലക്കിയുടെ അടുത്തേക്കാണ്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോഗിനി വാട്ടർഫാൾസ് ആണ്. ഏകദേശം സമയം ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സോനാങ് വാലി വിട്ടത്. ഞങ്ങൾ അടുത്തുള്ള നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഒരാൾക്ക് 250 to 300 റേറ്റ് നമുക്ക് ഫുഡിനാകും. ജോഗിനി വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു നല്ല ട്രെക്കിംഗ് തന്നെ അത്യാവശ്യമാണ്. ആദ്യ ആവേശം അവസാനം വരെ നീണ്ടു നിൽക്കില്ല എന്ന് പറയുന്നത് പോലെ ശ്രീകുട്ടി ആ മലനിര വേഗം തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. എന്നാൽ പകുതി എത്തിയപ്പോൾ വളരെ ക്ഷീണം തോന്നി. കുറച്ചു ദൂരം കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു. നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു മുകളിലേക്കുള്ളത്. വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു വ്യൂ അവിടെ ഉണ്ടായിരുന്നു. അതും കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഈ വ്യൂ കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഇതിനു മുകളിൽ വേറൊരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, അതായിരുന്നു ശരിയായ വ്യൂ എന്ന്. വീണ്ടും തിരിച്ചു കയറാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങി നേരെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നിന്ന് നല്ലൊരു കോഫി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ റൂം കീ ആവശ്യപ്പെട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെയുള്ള ഊഞ്ഞാലുകളിൽ ഞങ്ങൾ കുറച്ചു നേരം ആടി അങ്ങനെ സമയം പോക്കി. റൂം കീ തിരിച്ചു തന്ന് ഞങ്ങൾ റൂമിലേക്ക് കയറിയപ്പോൾ അവർ റൂം വളരെ മനോഹരമായി പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾക്കൊരു കേക്കും ഉണ്ടായിരുന്നു അവിടെ. ഈവനിങ് ആയപ്പോൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന തക്കം ഒരു നല്ലൊരു മെഴുകുതിരിയും കത്തിച്ച് നല്ലൊരു ഫുഡും ഞങ്ങൾക്ക് തന്നു. നല്ല കേരള സ്റ്റൈൽ ഫുഡ്. രാത്രിയായാൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ വ്യൂ ഇതാണ്.